ഹലോ, അസ്സലാമു അലൈക്കും. റിച്ചോസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു സാധനം വെച്ചിട്ട്, ഇത് എന്താണെന്ന് അറിയാത്തവർ ആരും ഉണ്ടാവില്ലല്ലോ. ചില നാട്ടിൽ ഇതിന് കറൂത്ത എന്ന് പറയും, ചിലയിടത്ത് കറുമൂസ, ചില സ്ഥലങ്ങളിൽ പപ്പായ. ഞങ്ങളുടെ നാട്ടിലൊക്കെ കറൂത്ത, കറുമൂസ എന്നൊക്കെയാണ് പറയല്. ഇത് വെച്ചിട്ട് ഞാൻ നല്ലൊരു അടിപൊളി കറി, ഊണിന് കൂടെ കഴിക്കാൻ പറ്റണ നല്ല അടിപൊളി കറിയാണ് ഇതുകൊണ്ട് ഉണ്ടാക്കുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ നിർത്തി വെച്ച കറുത്ത നന്നായിട്ട് കഴുകിയെടുക്കാം. ഒരു തൊലി കളഞ്ഞൊരു പ്രാവശ്യം കഴുകിയതാണ്. മുറിച്ചതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ട് കഴുകാം. എന്നിട്ട് നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മളിതൊരു കുക്കറിലിട്ട് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വേവിച്ച പപ്പായ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരപ്പുകളൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റിയായ കറി റെഡിയാക്കിയെടുക്കാം. അതിന് ഞാനൊരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുന്ന സമയം കടുക്, ഒരു സ്പൂൺ കടുക് പൊട്ടിക്കുക. അത് നന്നായി പൊട്ടി വരുമ്പോൾ വറ്റൽ മുളകും കറിവേപ്പിലയും ഇതൊക്കെ പൊട്ടി തീരുമ്പോഴേക്കും നമ്മൾ വേവിച്ച് വെച്ച പപ്പായ ഇതിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമ്മളിത് ഊണിലേക്കുള്ള കറിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ലൂസിലുള്ള കറിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളത്തിൻ്റെ മുകൾ ഭാഗം ഉണ്ടാവുമല്ലോ, കട്ടില്ലാത്ത, അതൊഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായി തിളച്ച് വരുന്ന സമയം നമ്മൾ ഇതിലേക്ക് ഉണ്ടാക്കി വെച്ച അരിപ്പ്, തേങ്ങയും ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് ഉണ്ടാക്കിയ ആ കൂട്ട് ഇതിലേക്ക് ചേർക്കാം. അത് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഇതിൽ നന്നായി ഇളക്കി യോജിപ്പിച്ച് തിളച്ച് വരുന്ന സമയം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് ഉച്ചക്കത്തെ ചോറിൻ്റെ ഒപ്പം ഒഴിച്ച് ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ഒരു പപ്പടം പൊരിച്ചതോ മീൻ പൊരിച്ചതോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് ഫുഡ് കഴിക്കാം. അങ്ങനെ എൻ്റെ കറി റെഡി. എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ എൻ്റെ വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അങ്ങനെ നമ്മൾ മീൻ നന്നായി കഴുകി വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലക്കൂട്ട് തയ്യാറാക്കാം. ഇത് വറുത്തെടുക്കാൻ വേണ്ട മസാലക്കൂട്ട്. അരപ്പ് തയ്യാറാക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി, അതുപോലെ അതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു നുള്ള് മല്ലിപ്പൊടി, പാകത്തിന് ഉപ്പ്, ഇവയൊക്കെ ചേർത്ത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അങ്ങനെ നമ്മൾ മീൻ നന്നായി മസാല കൂട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ മസാല പുരട്ടി ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇത് വറുത്തെടുക്കാം. അങ്ങനെ ഇനി നമുക്ക് നമ്മുടെ മീൻ വറുത്തെടുക്കാം. അതിനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് വെച്ചെടുത്ത് നമ്മുടെ
മീൻ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായി വറുത്തെടുക്കാം. ഇതൊരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ അപ്പുറം സൈഡ് ഇട്ടിട്ട് നന്നായിട്ട് വേവിക്കാം. അങ്ങനെ നമ്മളെ മീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂട്ടി ഒരു ഊണ് കഴിക്കാം. അങ്ങനെ എല്ലാ വിഭവങ്ങളും റെഡിയായി. ചോറ്, നമ്മളുണ്ടാക്കിയ കറി, ഇന്ന് ഉപ്പേരി ക്യാരറ്റും കാബേജുമാണ് മിക്സ് ചെയ്തിട്ട് തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ഉപ്പേരിയും, അയല വറുത്തത്, നല്ല നാരങ്ങ അച്ചാർ, ഇതൊക്കെ കൂട്ടി കുഴച്ച് നമുക്ക് ചോറുണ്ണാം. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കാത്തവർ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക.